ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ലെഗ് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്. നമ്മളിത് ചിക്കൻ്റെ ലെഗ് തന്നെ വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഒന്ന് കത്തി കൊണ്ട് മരഞ്ഞും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. മരിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഒരു മസാല പിടിക്കാനുള്ള പാകത്തിനാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. നമ്മളിതിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി നമുക്കൊരു 2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചിക്കൻ്റെ ക്യൂബാണ്. അതൊരു ഹാഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ചേർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് കോൺഫ്ലവർ ആണ്. നമ്മളൊരു ഹാഫ് കപ്പ് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതിന് നമുക്ക് തിരുമ്മിയെടുക്കാം. നന്നായിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കാൻ പാകത്തിന് നന്നായി ഒന്ന് തിരുമ്മി നമുക്കിതിനെ ഒരു 1 മണിക്കൂറോളമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമ്മൾ ആദ്യം എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. നമ്മളൊരു 2 മിനിറ്റ് എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് നമ്മൾ ചിക്കനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 25 മിനിറ്റോളം നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഇതിൽ വറുത്തെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് അങ്ങോട്ടും മറിച്ചോ തിരിച്ചോ ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ എയർ ഫ്രയറിലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എയർ ഫ്രയറിലെ ചിക്കൻ.